കൊച്ചി ദേവസ്വം ബോർഡിനെതിരെ തിരുവമ്പാടി ദേവസ്വം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പെരുമാറ്റം കൊച്ചി രാജാവിനെ പോലെയാണെന്നാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറിന്റെ വിമർശനം. ദേവസ്വം ബോർഡിന്റെ തിട്ടൂരം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളോട് വേണ്ട. രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്തിയുള്ള ഉന്നതാധികാര സമിതി പൂരം ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കമാണ് എന്നും ഗിരീഷ് കുമാർ ആരോപിച്ചു. തിരുവമ്പാടിയെയും രണ്ട് തട്ടിലാക്കി ഭരിക്കുന്നതിന് ഡിവൈഡ് ആൻഡ് റൂള് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ എന്തൊരു കുബുദ്ധിയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അതൊക്കെ വില പോകില്ല. ഞങ്ങൾ അന്നും ഇന്നും പറയേണ്ട കാര്യങ്ങൾ അന്നും പറയും, ഒക്കേണ്ട സമയത്ത് ഒക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിൽ ആനന്ദം കൊള്ളേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഭരിക്കാൻ ഉദ്ദേശിക്കും വേണ്ട. ഇവിടെ പൂരം നടക്കണമെങ്കിൽ പൂരത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ഘടകപൂരങ്ങളും ഒപ്പം നിന്ന് അതിൻ്റെ ഭംഗിയോടെ പ്രൗഢിയോടെ ഞങ്ങൾ ഇത്ര നാൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടന്ന ആ പൂരം വളരെ ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ഉന്നതാധികാര സമിതിയുടെയോ ഒരു തീരുമാനവും വേണ്ട എന്ന് വ്യക്തമായി ഇവിടെ പറയുകയാണ്. ഇവിടുത്തെ LDFിൻ്റെ നേതാക്കളുമായി നമ്മൾ ഈ വിഷയം സംസാരിച്ചപ്പോഴാണ് അവരിതിന് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ദേവസ്വങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും തരും, എല്ലാവിധ പൂരത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും ആ തീരുമാനങ്ങളെ വരെ കാറ്റിൽ പറക്കുന്ന രീതിയിലാണ് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങളും ഈ സത്യവാങ്മൂലം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ നടത്താൻ ഉന്നതാധികാര സമിതി രാഷ്ട്രീയക്കാരും മറ്റുള്ള ആൾക്കാരും അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അതൊരു ഒറ്റലാക്കലോ അതിൻ്റെ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതിൻ്റെ ലാഭം മാത്രം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം എന്താണോ വാടക നൽകിയത് ആ വാടക നൽകിയാൽ മതി എന്ന് പറഞ്ഞിട്ടും അതായത് കൊച്ചിൻ മഹാരാജാവ് എന്ന് അഹങ്കരിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് ഈ ദിവസം വരെ അത് അംഗീകരിച്ചിട്ടില്ല.